സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. ദയാ സുജിത്, ഷെഫീന ബീബി. ഷെഫീന ബീബി എല്ലാവർക്കും അറിയാലോ. ദയാ സുജിത്ത് ആരാന്നറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ആള് മോഡലിങ്ങിലൊക്കെ സജീവമാണ്. കൂടാതെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ദയാ സുജിത്ത് എന്ന വ്യക്തി 2023 ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഏകദേശം ഇപ്പൊ 3 വർഷം കഴിഞ്ഞ് ഈ കണ്ടന്റ് ക്രിയേറ്റർ ആയ ഷെഫീന ബേബി ഇപ്പോ അതും പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു പ്രതികരണ വീഡിയോ എന്നതിലുപരി എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത് ബോഡി ഷേമിംഗ്, സ്ലട്ട് ഷേമിംഗ്, കൂടാതെ വ്യക്തിഹത്യ. എന്തായാലും നമുക്ക് ആ ഷെഫീന ബീബി പറഞ്ഞതൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാകാത്ത? നീയൊക്കെ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? കേട്ടില്ലേ? സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീകൾ വെറും ഉപകരണം മാത്രമാകുന്നു എന്നാണ് ഷെഫീന ബീബി പറഞ്ഞത്. അത് 1980 കാലഘട്ടത്തിൽ. ഇത് 2026 ഇവിടെ സ്ത്രീകൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാനും അറിയാം. അതിനുള്ള ഉത്തമ ഉദാഹരണമാണല്ലോ സ്ത്രീകൾ ഇന്ന് പല മേഖലയിലും രംഗത്ത് വന്നിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി എന്തും അങ്ങോട്ട് വിളിച്ചു പറയരുത്. അതുകൊണ്ട് ഷെഫീന ബീബി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കൂടാതെ മഞ്ജുപിള്ളയുടെ മകളെ പറ്റി മഞ്ജുപിള്ളയുടെ അടുത്ത് മോശമായിട്ട് ഷെഫീന ബീബി വീഡിയോയിലൂടെ പരാമർശിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം കൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല എവിടെയും കൂടെ വന്ന് നിൽക്കാൻ പറ. കുറച്ച് പൊടിക്ക് അങ്ങോട്ട് ഒതുങ്ങുക. അത്യാവശ്യം റീച്ചും യൂട്യൂബ് ചാനലും ഉണ്ടെന്ന് കരുതി എന്തും അങ്ങോട്ട് വിളിച്ചു കൂവരുത്. മോഡലിംഗ് ആകുമ്പോൾ അത്യാവശ്യം മോഡേണായ വസ്ത്രം ധരിക്കും. നിങ്ങളുടെ കാലഘട്ടത്തും ഉണ്ടല്ലോ 1980 ചട്ടയും മുണ്ടും. അതും അത്യാവശ്യം ശരീരഭാഗങ്ങൾ കാണുന്ന വസ്ത്രം തന്നെയല്ലേ? അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ആണുങ്ങള് പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും താല്പര്യം. നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് ഒരു വേശ്യ സ്ത്രീകളുമായിട്ട് ഉപമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു മോഡേണായ വസ്ത്രം ധരിച്ചു എന്ന് കരുതി ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് കൊണക്കേണ്ട കാര്യമില്ല. ആണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി? എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? കേട്ടില്ലേ? ഇനി നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്ത്. ഇത് പ്രതികരണമാണോ അല്ലെങ്കിൽ വ്യക്തിഹത്യയാണോ? എനിക്ക് 100% വ്യക്തിഹത്യയായിട്ടാണ് തോന്നിയത്. ദയാ സുജിത്തിനെ, മഞ്ജുപിള്ളയെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലെ സംസാരം. പിന്നെ എനിക്ക് ഷെഫീന ബീബിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ച് എന്തിനും ഒരു പരിധിയുണ്ട്. അധികമായാൽ അമൃതും വിഷമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. അതുപോലെ തന്നെ ദയാ സുജിത്തിനും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ഇങ്ങനെ അനധികൃതമായി കൈകടത്തേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഏത് വസ്ത്രം ധരിക്കണം ധരിക്കണ്ട എന്നത് ആ കുട്ടിയുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്. ധരിക്കുന്നവർക്ക് പ്രശ്നമില്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.